മോളിയമ്മ വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ നാളായി മഞ്ഞായ കാരണം അങ്ങനെ ഞാൻ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഇപ്പം മഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് വട്ടച്ചാടിയൊന്നും പോകാൻ പറ്റില്ല. ഇനി അഥവാ കൂടുതൽ തിരക്കാണ് വണ്ടിയെങ്കിൽ നമുക്ക് ദീദയിലൊന്ന് പിടിച്ച് പ്രസ് ചെയ്യാമെങ്കിൽ പോകാനായിട്ട് നമുക്കവിടെ സിഗ്നൽ കാണിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇനി ഇത് അവിടെ ഒരു മാക്സി എന്ന് പറയണ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്, അവിടെ ഒന്ന് പോകണം. കുറേ നാളായി ഇപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ട്. 6 മാസമായി ഞാൻ തിരിച്ച് നാട്ടിൽ പോകാറായി. ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റാണ് നമുക്ക് പോകേണ്ടത്. ഇത് കേട്ടോ, ഒരു കാട് പോലെ നിൽക്കുന്നുണ്ട്. അത് എവിടെ നമ്മുടെ ചുറ്റിനും, നമ്മുടെ വീടിന് ചുറ്റിനും എന്ന് തന്നെ പറയാം. ഓരോ സ്ഥലത്തും ഇങ്ങനെ ഈ മരങ്ങൾ ഇഷ്ടം പോലെ കാട് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, ഇവിടെ ഈ കേന്ദ്രക്കാർ ഫോറസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമെന്ന്. നമ്മുടെ അവിടെ ഉള്ള കാടുകളൊക്കെ വെട്ടിത്തെളിക്കണ കാരണമാണല്ലോ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകണം. നമ്മൾ സൂപ്പർ മാർക്കറ്റിലെത്തി. ഇത് കണ്ടോ, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണതാണ്. അത് നമ്മളിവിടെ കൊണ്ട് ഇട്ടാൽ മതി. നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ അവർ പാവപ്പെട്ട ഇഷ്ടംപോലെ ഡ്രസ്സില്ലാത്തവർക്കും ചെരുപ്പില്ലാതെയൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ സ്ഥലത്തോട്ടൊക്കെ അയച്ചു കൊടുക്കാനാണ്, ആഫ്രിക്കയിലോട്ടൊക്കെ അയച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. ഇതൊരു ഭയങ്കര വലിയ സൂപ്പർ മാർക്കറ്റാണ്. തുണിത്തരങ്ങളുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് സാധനങ്ങൾ മേടിച്ചിട്ട് ക്യൂ നിൽക്കണമെന്നില്ല. നമ്മൾ തന്നെത്താനായിട്ട് ബില്ലടിച്ചെടുക്കാം. തന്നെത്താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 പേര്. ഈ സെക്ഷനൊക്കെ തുണിയുടെ സെക്ഷനൊക്കെയാണ്. നമുക്ക് തുണിയൊന്നും മേടിക്കാൻ നമ്മൾ വന്നതല്ല. നമ്മളെ കൊച്ചുങ്ങൾക്ക് ഇച്ചിരി 4 മണിക്ക് വരുമ്പോൾ വല്ല സ്നാക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ്. നമ്മുടെ സെക്ഷൻ ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല. ഓക്കെ, അത് ആ സൈഡിലാകാനാണ് സാധ്യത. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സ്റ്റുഡൻറ്റ് പിള്ളേരൊക്കെ ജോലി ചെയ്യുന്നതാണ് ഇവിടെ. ഓക്കെ, നമ്മുടെ സെക്ഷൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊച്ചുങ്ങൾക്ക് മേടിക്കാൻ വന്ന് ഇവിടെ കണ്ടു. മേടിക്കട്ടെ, എടുക്കട്ടെ ഒരെണ്ണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിനെക്കുറിച്ച് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കൂടുതൽ സാധനങ്ങളൊക്കെ എന്ന് നമുക്കിപ്പോൾ വേണ്ടാത്ത സാധനമാണ്. എന്തായാലും നിങ്ങളൊന്ന് കാണിച്ചു തരാം. വൈൻ സെക്ഷനൊക്കെയാണ്. വൈന്, ബിയറ്, നമുക്ക് അവിടെ എന്ന് പറയുമ്പോൾ ലിക്കർ ഷോപ്പിൽ പോയി ക്യൂ നിൽക്കുന്നത്. ഇവിടെ ഏത് സൂപ്പർ മാർക്കറ്റും സുലഭമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഇവർ കള്ള് കുടിച്ച് തെന്നനാൻ പാടി ഒരു മനുഷ്യരെ നമ്മുടെ റോഡിലോ
ഒരു പാർട്ടി സ്ഥലത്തോ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. അപ്പോൾ ഞാനിപ്പോൾ പോകാൻ പോണ ഇച്ചിരി വെജിറ്റബിൾ വാങ്ങിക്കാനാണ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.